Hello everyone, welcome to yet another episode of Persian Malayali. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചായിരുന്നു ജാൽമുരി ഉണ്ടാക്കാൻ ഈവനിങ് സ്നാക്ക്. കുറേ പേരൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു, പുതിയ വ്ളോഗ് ആയതുകൊണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നൈറ്റ് ആക്ച്വലി ഇന്ന് ദോശയാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്. എൻ്റെ ഒരു തമിഴ് ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്, അവളിപ്പോൾ ദുബായിലുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ. സോ അവൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്, തമിഴിലാണ് അവൾ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ ഞാനും അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് വീട്ടിലത് ഉണ്ടാക്കും, ഫോർ ദോശ ഓർ ഇഡ്ലി എന്തിനൊക്കെ. അതിൻ്റെ രണ്ടിനുമാണ് അത് ബെസ്റ്റ്. ചോറിന് കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. സോ ആ ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് കാണിക്കാം. ഓക്കെ, സോ വെൽക്കം ടു അവർ വ്ളോഗ് പേർഷ്യൻ മലയാളി. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഇതിപ്പം 5 ടൊമാറ്റോ ഉണ്ട്, 5 തക്കാളി ഉണ്ട്. ഞാനത് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് ഒരു സവാള, ഒരു വലിയൊരു ഓണിയനാണ്, അതിനെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 7 അല്ലിയുണ്ട്. ആൻഡ് കുറച്ച് കറി ലീവ്സ് ഉണ്ട്, കറിവേപ്പില. പിന്നെ നമ്മുടെ ഉണക്കമുളക് ഡ്രൈ റെഡ് ചില്ലീസ് കൊണ്ട് ഒരു 7 എണ്ണം ഉണ്ട്. സോ ഇതിനെ നമ്മൾ ഫസ്റ്റ് സോട്ട് ചെയ്ത് ഒന്ന് തണുപ്പിച്ച് അരച്ചെടുക്കണം. സോ അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്ക് അത് ചെയ്യാൻ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, സെസമി ഓയിൽ. അപ്പോൾ അതിലുണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഞാൻ മുന്നേ വേറെ ഈ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കോക്കനട്ട് ഓയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഐ ഫീൽ ദറ്റ് ഈ നമ്മുടെ ഈ സെസമി ഓയിൽ നമ്മുടെ എള്ളെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ വരുന്നത്. സോ എള്ളെണ്ണ എടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒഴിച്ച്, നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഓണിയൻസ്, ഞാൻ ഓണിയൻസ് കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലോ, ഒരു ഓണിയന്, ആ ഓണിയൻ അങ്ങോട്ട് ഇടുക. പിന്നെ നമ്മുടെ ഗാർലിക് ക്ലോസ് അങ്ങനെ ഹോളായിട്ട് തന്നെ ഞാൻ ഇടുവാണ്. ബിക്കോസ് നമുക്കിത് തണുത്തിട്ട് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇടുവാണ്. കുറച്ച് ഉപ്പിടാം, അപ്പോൾ കുറച്ചൊന്ന് ഇച്ചിരി പെട്ടെന്ന് നമ്മുടെ ഓണിയൻ ഒന്ന് ഇച്ചിരി സോട്ടായി കിട്ടുമല്ലോ. കുറച്ചൊന്ന് വഴണ്ട് വന്നാൽ മതി, ഒത്തിരി അങ്ങ് കറപ്പിക്കൊന്നും വേണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതി ഓണിയന്. ഞാൻ കുറച്ച് കറി ലീവ്സ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കറി ലീവ്സ് എനിക്ക് കടുക് വറുക്കാൻ വേണം, കുറച്ച് ഞാൻ ഇതിലോട്ട് ഇടുവാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ ഒരു 7 ഡ്രൈ റെഡ് ചില്ലീസ്, ഉണക്കമുളക്, എരിക്ക് വേണ്ടിയിട്ട്. പച്ചമുളക് നമ്മൾ ഇടുന്നില്ല, അപ്പൊ നമ്മൾ ഇതാണ് ഇടുന്നത്. എരി കൂടുതൽ വേണ്ടവർക്ക് ഒരു 2 മുളകും കൂടെ എക്സ്ട്രാ ഇടാമേ. ഞാനിത് കാശ്മീരി റെഡ് ചില്ലിയാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോ കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കറുപ്പാക്കേണ്ട കാര്യമില്ല, ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട കാര്യമില്ല. നമുക്കിത് അരക്കേണ്ടതുണ്ട്, ഇത്ര ആയാൽ മതി. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ, ഈ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറ്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഈ ടൊമാറ്റോ ഉണ്ടല്ലോ, 5 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു, 5 തക്കാളി ഇതിലോട്ട് അങ്ങ് ഇടുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇടണേ. ആൻഡ് നമുക്കിത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളി ഒന്ന് നമുക്കിത് മാഷായി കിട്ടണമല്ലോ, കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടണം, വഴണ്ട് കിട്ടണം. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം, ഒരു
5 minutes മതിയായിരിക്കും. ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിൽ അടച്ചു വെച്ചേക്കും. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത് നല്ല തക്കാളി നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുഴയാണ് ഇത്. അതിനകത്ത് ഇത് വെന്തിട്ടുമുണ്ട്, നല്ല കുഴന്നായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ആറാൻ വെക്കാം. ആറിയാലല്ല നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ജാറിലെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കും. അപ്പം ഇതൊന്ന് ആറാൻ വെക്കാം. ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ തക്കാളി ആ മിക്സർ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലോട്ടാക്കിയിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ വഴറ്റാൻ വേണ്ടിയിട്ട് എള്ളെണ്ണയാണല്ലോ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇനി കടു വറുത്തെടുക്കാനും എള്ളെണ്ണ യൂസ് ചെയ്യണേ. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉഴുന്നിടാമേ. ആൻഡ് ഇതിലോട്ട് നമ്മൾ കടുകിടണം, പിന്നെ കുറച്ച് ജീരകം ഇടണം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഇടുക. ബിക്കോസ് ഇത് തെറിക്കുന്നതിനിപ്പോൾ ഞാനത് ഇട്ടിട്ട് ഞാനത് അടയ്ക്കും, അല്ല ഇവിടെ എല്ലാ ദേഹത്ത് വരെ തെറിക്കും. നമ്മൾക്ക് വറ്റൽ മുളക് ഇടാമേ. വറ്റൽ മുളക്, പിന്നെ കറിവേപ്പില, ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഓൾറെഡി നമ്മൾ ഗാർലിക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് അരച്ചെല്ലാം മിക്സിയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചുമ്മാ ഒന്നിങ്ങനെ എണ്ണയിൽ ഇളക്കി കൊടുക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റ് വരും, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് അരച്ചതല്ലാതെ ഇതിലൂടെ കുറച്ച് ഗാർലിക് ഇട്ട് ഇളക്കുവാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഗാർലിക്കും വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്രൗൺ, അതിൻ്റെ ഒരു ടേസ്റ്റ് എണ്ണയിലോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ, അരച്ചു വെച്ച മിക്സ് നമുക്ക് ഈ ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല തിക്കാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാമേ. ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല കുറേ പറ്റിയിരിപ്പുണ്ടായിരുന്നു. സോ ആ വെള്ളം തന്നെ ഇതിലോട്ട് ഒഴിക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇച്ചിരി കുറവാ, ഇച്ചിരി ഉപ്പിടാം. കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ മിക്സ് ചെയ്ത് ജാറിൽ, അപ്പോൾ അതും എല്ലാം ഒഴിച്ച് ചെറിയൊരു തിള ഇതിൽ വരുന്നുണ്ട്, ചെറിയ ബബിൾസ് വരുന്നുണ്ട് ഇതിനകത്ത്. അന്നേരം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ചട്നി റെഡിയായി. നമുക്കിത് ദോശയുടെയോ ഇഡ്ഡലിയുടെയോ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ദോശയാണ്, റാഗി ദോശയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് റാഗി ദോശയ്ക്ക് മാവ് അരയ്ക്കുന്നതെന്ന് ഒരു ദിവസം കാണിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ ചട്നി. കഴിച്ചിട്ട് അഭിപ്രായം പറയണം, എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ചട്നി. ഞങ്ങൾ എവറി വീക്ക് ഒരു തവണയെങ്കിലും ഉണ്ടാക്കും, ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളിത് ട്രൈ ചെയ്യണം. നല്ലതാണെങ്കിൽ ഡെഫിനറ്റായിട്ടും കമൻറ്റ്സിൽ പറയണം നല്ലതാണോ അല്ലയോ എന്ന്. നല്ലതായിരിക്കും, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി സമയമൊന്നും പിടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ദോശ കഴിക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കണം, ആൻഡ് സാമ്പാറൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ. ജസ്റ്റ് ആ മിക്സ് ഒന്ന് തണുത്ത് വരാനുള്ള സമയമേ ഉള്ളൂ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം പിടിക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കാൻ ഇറ്റ്സ് വെരി ക്വിക്ക് ആൻഡ് ഈസി. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പറയണം.
എന്നിട്ട് ഞങ്ങളുടെ വ്ളോഗിനെ ഇനിയും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. താങ്ക് യു. ഹലോ. അപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ നമുക്ക് നല്ലൊരു സൂപ്പർ ചട്നി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റാഗി ദോശ എൻ്റെ കൈ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി മാവ്, വീട്ടിലരച്ച നല്ല റാഗി മാവാണ്. അപ്പോൾ അതിൽ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാം. ഇത് എള്ളെണ്ണയാണ്. സോ അതൊരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടും. സോ അപ്പോൾ അത് നമ്മൾ ഒഴിക്കുവാണ്. ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഒഴിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ദോശ കുറച്ചും കൂടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആവും ഈ എണ്ണയും കൂടെ അതിൽ വരുമ്പോൾ. കണ്ടില്ലേ, അത് മുരിയുന്നതിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. ക്രിസ്പി ദോശ റെഡിയായി വരുന്നുണ്ട് വിത്ത് ടൊമാറ്റോ ചട്നി. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ നമ്മുടെ ദോശയും ചട്നിയും റെഡിയായിരിക്കുകയാണ്. നല്ല ചൂട് ചട്നിയാണ്. നമുക്ക് ട്രൈ ചെയ്യാം, കഴിച്ചു നോക്കാം. ക്രിസ്പി ദോശയാണ്, റെഡിയാണ്. അപ്പോൾ ദോശ ആൻഡ് ചട്നി, അതാണ് എൻ്റെ കോമ്പിനേഷൻ. ഇതാ ഒലിവ് ഓയിൽ, കുറച്ച് ഒലിവ് ഓയിലും കൂടെ ജസ്റ്റ് ഈ ചട്നിയിലൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിനൊരു എനിക്ക് കുറച്ച് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. സി, സൂപ്പറാവും. എന്നത്തെയും പോലെ സൂപ്പറാവും. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.